ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് തുടങ്ങിയാലോ എന്ന് പറഞ്ഞൊരു മുങ്ങിയതാ അല്ലേ? പിന്നെ കണ്ടിട്ടില്ല ആരും. ഇതേ കുറച്ച് നമ്മളൊരു കാര്യങ്ങൾ തുടങ്ങുമ്പോ അതിന് കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടേ? അങ്ങനെയുള്ളൊരു കുറച്ച് തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പൊ ആ തയ്യാറെടുപ്പുകളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ നമുക്ക് ഓരോന്നോരോന്നും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അതെ, നമ്മളപ്പം ബേസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് പഠിക്കുന്നത് നമുക്ക് ബ്രേസ്ലെറ്റ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ ഞാൻ വീഡിയോസ് 2 തരത്തിലുള്ള ചാംസ് വെച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ സാധാ നമ്മളിതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സാധാ ബ്രേസ്ലെറ്റ്, അതായത് ബീഡ്സ് മാത്രം കോർത്തിട്ടുള്ള ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇനി എന്ത് ചെയ്യാം, ഇതിലെ ബീഡ്സ് കോമൺ ആയിട്ട് ഒരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, പണി ആയുധങ്ങൾ എന്നൊക്കെ പറയാം. ആ ആയുധത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മളുടെ മെറ്റീരിയൽസ് മാത്രമാണ് മാറുക. നമ്മൾ എന്തുകൊണ്ടാണോ ചെയ്യുന്നത് അതിൽ മാത്രമേ വ്യത്യാസമുണ്ട്. അതാണ് മെറ്റീരിയൽസ്. അതിൽ മാത്രമേ മാറ്റം വരൂ കേട്ടോ. നമ്മൾ ആയുധങ്ങൾ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, ഞാൻ ആദ്യം ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആയുധം അങ്ങോട്ട് എടുക്കാം. എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മളൊരു ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ ആയുധങ്ങളായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, അതെടുത്തിട്ടാണല്ലോ പിന്നെ നമ്മളെ മെറ്റീരിയൽസ് തീരുമാനിക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടില്ലേ, ഈ ബീഡ്സ് കൊണ്ട് നമുക്ക് മാലയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ബ്രേസ്ലെറ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചിരുന്നത്. ഈ സെയിം ബീഡ്സ് വെച്ചിട്ട് നമുക്ക് അടിപൊളി പലതരത്തിലുള്ള ട്രഡീഷണൽ മാലകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നേ. ഓണത്തിനൊക്കെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ. നമുക്ക് നമ്മളായിട്ട് ഉണ്ടാക്കിയ മാലയും കമ്മലും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ട് ഒരു പൊളിക്കണ്ടേ. അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പും കൂടിയാണ് കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് നേരത്തെ തുടങ്ങിയതാണ്. അപ്പം അതാർക്കെങ്കിലും ഉപകാരപ്രദമായാലോ. അപ്പം ഞാൻ നമ്മളെ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ഇതിനിടയിൽ ഞാൻ കുറേ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. ജ്വല്ലറി മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് ഒരു ബ്രേസ്ലെറ്റ് നിർമ്മിക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അത് നമുക്ക് ബീഡ്സ് വേണം, അത് മെറ്റീരിയലാണ്. അപ്പം അതിനെ നമുക്ക് മാറ്റി വയ്ക്കും. അതല്ലാതെ അതിൽ വ്യത്യാസങ്ങൾ വരും. ഞാൻ പറഞ്ഞല്ലോ, ബീഡ്സ് ചിലപ്പോൾ പ്ലാസ്റ്റിക് ബീഡ്സ് ഉണ്ടാവും, ഗ്ലാസ് ബീഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലവറോ അങ്ങനെയൊക്കെ അങ്ങനെ മാറി മാറി വരും. പക്ഷേ നമ്മളിപ്പം കാണിച്ചിരുന്ന സാധനങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ. അത് നമുക്ക് കോമൺ ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രേസ്ലെറ്റ് കോർത്തെടുക്കാൻ, ഇത് 0.8 ആണ്. 0.8ഉം 7ഉം ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് 0.8 ആണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് 0.7. 0.7 ആണ്. ഇതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു പോവാം. പിന്നെ അതിൽ നമുക്കൊരു സംശയം വേണ്ടല്ലോ. സംശയം വരുന്നുണ്ടെങ്കിൽ ചോദിക്കുകയും വേണം കേട്ടോ. സംശയങ്ങളൊന്നും വെച്ചിരിക്കാൻ പാടില്ല. കണ്ടോ, ഇതിനൊരു തിക്നെസ് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കണ്ടില്ലേ, ഇത്ര തിക്നെസ് വരുന്നുണ്ട്. ഇത് നമ്മൾ 0.8, ഇതാണ് നമ്മളെ 0.7 ആണ്. 7 നോക്കിയേ, കുറച്ചുകൂടെ നേരിയതാണ്. 0.7 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നേരിയതാണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പം അത് നമുക്ക് നമ്മൾ രണ്ടും ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാണോ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ക്രിസ്റ്റൽ ടെക്കിന് നമ്മൾ 2 എലാസ്റ്റിക് ത്രെഡ് നമ്മൾ കണ്ടു. പിന്നെ ഈ ത്രെഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, ത്രെഡ് കട്ട് ചെയ്യാനൊരു സംഭവം വേണ്ടേ. നമുക്ക് വേണമെങ്കിൽ
നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കട്ടിൻ പ്ലെയറൊക്കെ എടുക്കാം. പക്ഷേ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മളിത് ഒരു കുഞ്ഞി കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ആ ഒരു കെട്ട് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഒരു കെട്ട് നമ്മൾ രണ്ട് സൈഡും എക്സ്ട്രാ വരുന്ന ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അറ്റത്ത് രണ്ട് ഭാഗത്തും ആ കെട്ടിലും കൂടെ കുറച്ച് ഗം അപ്ലൈ ചെയ്യും. ആ ഒരു ഗമ്മാണ് ഇത് ഈ ഒരു B7000. ഇതിനെ പീച്ചി എല്ലാം കൂടെ ഞാൻ കൊന്നിട്ടുണ്ട്, എന്നാലും സംഭവം സൂപ്പറാണ് കേട്ടോ. ജ്വല്ലറി മേക്കിങ്ങിൽ ഒരു അത്യാവശ്യ ഘടകമാണ് നമ്മുടെ ഈ ഒരു B7000. അപ്പം നമുക്ക് ഇതും കൂടെ നമ്മളുടെ ആ ഒരു കെട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചാൽ ഇത് അവിടെ ഒട്ടിക്കിടക്കും. അപ്പം എന്തായി, നമ്മൾ ആ ബ്രേസ്ലെറ്റ് ഒന്ന് വലിഞ്ഞു പോകുമ്പോഴും ആ ഒരു കെട്ട് പുറത്ത് കണ്ടിട്ടുള്ള ആ ഒരു അഭംഗി കുറഞ്ഞു കിട്ടും. സൂപ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ അതെ, കോമൺ ആയിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് നിർമ്മിക്കാൻ വേണ്ട 3 സംഭവങ്ങളാണ് നമ്മളിപ്പം കണ്ടത്. അതെ, ഇന്ന് ഞാനിതാ ഇത് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിപ്പം ചാംസ് വെച്ചിട്ട് കണ്ടു, പിന്നെ ഇത് പ്ലെയിൻ ആയിട്ടും ഈ ഒരു ഗ്ലാസ് വെച്ച് പ്ലെയിൻ ആയിട്ട് ചെയ്ത് കണ്ടു. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൂടെ ഒരു സംഭവം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ അതെ, എനിക്ക് എന്താ പറയുക, കൈ ഇങ്ങനെ പിടയ്ക്കാന്നൊക്കെ പറയണേ, അതുപോലെയാണ് കേട്ടോ. വെച്ച് കുറേ കാണുമ്പോൾ ഇങ്ങനെ കിളികില സൗണ്ട് കേൾക്കാൻ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നുള്ള കാണണ്ടേ. ദേ നമ്മുടെ സ്വന്തം ഈവിളായി. ഈ ഒരു ബീഡ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈവിളായി ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ഈവിളായി വെച്ചിട്ടുള്ള ആംഗ്ലറ്റും ഈ കൈക്കിടുന്ന ചരടും ഒക്കെ. അപ്പം നമ്മളെ ഈവിളായി ആണ് നമ്മളിന്ന് ബ്രേസ്ലെറ്റിന്റെ കൂടെ ചേർക്കുന്ന ഒരാള്. അപ്പൊ നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയല്ലോ. നമുക്ക് എന്താ പറയാ, ഒരു കണ്ണ് തട്ടാടുത്തിരിക്കാൻ നമ്മുടെ ഈ ഒരു ഈവിളയൊക്കെ വെച്ച് ഒരു സൂപ്പർ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതെ, ബ്ലാക്ക് കളറിന്റെ ഭംഗി ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് നോക്കാം. അത് കഴിഞ്ഞ് ഒരു ഈവിളയും എടുത്തിട്ടുണ്ട്, നമ്മുടെ ബീഡ്സും എടുത്തിട്ടുണ്ട്. 24 ബീഡ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ ഒരു എന്തും വരും, ഈവിളയും വരും. അപ്പൊ അതെ, ഞാൻ 0.8 mm നമ്മുടെ ഈ ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഞാൻ ഏകദേശം ഒരു അളവ് നോക്കി കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ അതെ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുന്നു. ഒരു കെട്ടിലൊന്നും നിൽക്കൂല, അപ്പൊ നമ്മൾ 2 കെട്ടിട്ട് നല്ലോണം വലിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബീഡ്സ് കോർത്ത് തുടങ്ങാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് പറയണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ, ഓണമൊക്കെ അല്ലായിരുന്നോ, ഓണത്തിനൊക്കെ നമ്മളെ സ്വന്തമായിട്ടുണ്ടാക്കിയ മാലയും കമ്മലൊക്കെ ഇട്ടൊന്ന് അടിച്ചു പൊളിക്കാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മീൻസ് ഏതെങ്കിലും തരത്തിലുള്ള മാലകൾ ചെയ്യാനോ മറ്റും പറയുകയാണെങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതെ, നമ്മൾ 22 ബീഡ്സ് ആയി കോർക്കുന്നു. 2 ബീഡ്സും കൂടി നമ്മളെ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഈ ഒരു ബീഡും കൂടെ കോർത്തെടുക്കാം. നമ്മൾ ഈ ആയും കൂടെ ഇതിൽ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നു. എക്സ്ട്രാ വന്നത് 2 ഭാഗത്തും കട്ട് ചെയ്യുന്നു. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു.
ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് ഈ ഒരു നമ്മുടെ ഈവിൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കളയുകയാണേ. അപ്പോൾ അവിടെ ഒട്ടിക്കിടന്നോളൂ. അപ്പോൾ നോട്ട് പുറത്തേക്ക് കാണാനേ ഉണ്ടാവില്ല. അപ്പം അതെ, നമ്മളെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആരും കണ്ണിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രേസ്ലെറ്റ് ഇതേ സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മുടെ ഗ്ലാസ് ബീഡ്സ് പ്ലസ് ഈവിളായി വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പം ഇനി അടുത്തൊരു ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റിൽ വേറൊരു മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഇത് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് സ്നേഹം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.